കൂടിയിട്ട് വഴിതെറ്റി പോകുന്നവരില്ലേ? ശൈത്താൻ കൂടിയിട്ട് അതിന്റെ പേരിൽ പലതും വിളിച്ചു പറയുന്നവരില്ലേ? വീണു ഉരുളുന്നവരില്ലേ? പരിഭ്രാന്തി കാണിക്കുന്നവരില്ലേ? ഇത്തരം ശൈത്താൻ ഉണ്ടാക്കുന്ന പരിപാടികൾക്ക് ഹംസ് എന്ന് പറയും. ആ ഹംസിൽ നിന്ന് ഞാൻ കാവലി ചോദിക്കുന്നു. ഇതാണ് ആദ്യം പറഞ്ഞ ഒന്നിന്റെ അർത്ഥം. മറ്റൊന്ന് വനഫസിഹി, ശൈത്താനിന്റെ നഫസിൽ നിന്ന് കാവലി ചോദിക്കുന്നു. നഫസ് എന്ന് പറഞ്ഞാൽ ഉമിനീരില്ലാതെ ഊതുന്നതിനാണ് നഫസ് എന്ന് പറയുന്നത്. ശൈത്താൻ ചിലരുടെ മനസ്സുകളിൽ ഊതിക്കയറ്റുന്ന ചില പരിപാടികളുണ്ട്, അതിൽ നിന്ന് കാവലി ചോദിക്കുകയാണ്. ശരീരത്തിലും ഊതിക്കയറ്റുന്ന ചില ഏർപ്പാടുകളുണ്ട്, അതിൽ നിന്ന് കാവലി ചോദിക്കുകയാണ്. വനഫസിഹി, അതേ ശൈത്താൻ ഉണ്ടാക്കുന്ന ചില പരിപാടികൾ മനുഷ്യനെ പരിഭ്രാന്തിയിലാക്കുകയും മനുഷ്യന് കിബറുണ്ടാക്കുകയും ചെയ്യുന്ന ഏർപ്പാട് ശൈത്താനിനുണ്ട്. ആ പരിപാടികളിൽ നിന്ന് മുഴുവനും അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ എഴുന്നേറ്റ് അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹമസിഹി വനഫഖിഹി വനഫസിഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിക്കുകയാണ്. കാരണം എന്താണ്? മനുഷ്യന്റെ ദീനിലും ദുനിയാവിലും ശരീരത്തിലും ഒരുപാട് നാശങ്ങൾ ഉണ്ടാക്കാൻ ശൈത്താനിന് പടച്ചറബ് ചില കഴിവുകൾ കൊടുക്കുന്നുണ്ട്. ആ ശൈത്താനിന്റെ ശർറിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയ പ്രത്യേകമായ തഅവ്വുദുണ്ട്, പ്രത്യേകമായി ചൊല്ലിയിട്ടുള്ള രാത്രിയിൽ ചൊല്ലിയിട്ടുള്ള കാവൽ ചോദിക്കലുണ്ട്. ഇനി സഹോദരന്മാരെ, മറ്റൊന്ന് ഞാൻ പറയുന്നു. കാവൽ ചോദിക്കൽ മനുഷ്യൻ വിസർജനത്തിനു വേണ്ടി കക്കൂസിലേക്ക് കയറുമ്പോ, മൂത്രപ്പുരയിലേക്ക് കയറുമ്പോ, ബാത്റൂമിലേക്ക് കയറുമ്പോ അവിടെ പ്രത്യേകം കാവൽ ചോദിക്കൽ സുന്നത്തുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസ്, അല്ലാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ ബറക്കത്തെടുക്കുന്നു, അല്ലാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ കാവലാക്കുന്നു. ബിസ്മില്ലാഹി, അല്ലാഹുവിന്റെ പേരുകൊണ്ട് കാവലാക്കുന്നു. അഊദു ബില്ലാഹി അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, നിന്നെ കൊണ്ട് ഞാൻ കാക്കുന്നു, മിനൽ ഖുബതി വൽ ഖബായിസ്, പെൺപിശാചുക്കളുടെയും ആൺപിശാചുക്കളുടെയും ശർറിൽ നിന്ന്. ഈ പിശാച് എന്ന് പറഞ്ഞതിന്റെ വ്യാപകമായ അർത്ഥത്തിൽ എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടാക്കുന്ന അണുക്കളുണ്ടോ അതും ശൈത്താനിന്റെ പ്രവർത്തനങ്ങളാൽ തന്നെ സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് വിസർജന സ്ഥലങ്ങളിൽ നിന്ന് ശൈത്താന്റെ പ്രവർത്തനത്താൽ അണുക്കളിൽ നിന്നുള്ള കാവലും ശൈത്താനിന്റെ മറ്റെല്ലാ വിഷയത്തിലുള്ള ശർറിലുള്ള കാവലും ഈ വിഷയത്തിൽ ഉൾപ്പെടുന്നു. ചില സ്ത്രീകളിലെ, പെൺകുട്ടികളിലെ കക്കൂസിൽ നിന്ന് പേടിച്ചു പോയവർ, ബാത്റൂമിൽ നിന്ന് പേടിച്ചു പോയവർ, പിന്നീട് നാവ് കൊണ്ട് പലതും പറയുന്നവർ, പല കോപ്പിരാട്ടികളും കാണിക്കുന്നവർ, വാസ്തവത്തിൽ ഈ ദിക്റ് കൊണ്ട് കാവൽ ചോദിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിയിരുന്നുവെങ്കിൽ ശൈത്താനിന്റെ ശർറുണ്ടാവുകയില്ലായിരുന്നു ഉമ്മമാരെ. അതുകൊണ്ട് പ്രത്യേകം ഓർമ്മിച്ചോളണം, ഏത് ബാത്റൂമിലേക്ക് കയറുമ്പോഴും, ഏത് കക്കൂസിലേക്ക് കയറുമ്പോഴും ഇടത് കാല് മുന്നിൽ വെച്ചുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസ് എന്ന് ചൊല്ലിക്കൊണ്ടാണ് കയറേണ്ടത്. ഇനി അഊദു ചൊല്ലൽ സുന്നത്തായ മറ്റൊരു സ്ഥലം, പള്ളിയിലേക്ക് കടക്കുന്ന സമയത്ത്, പള്ളിയിൽ കടക്കുന്ന സമയത്ത് പ്രത്യേകം അഊദു ചൊല്ലൽ സുന്നത്തുണ്ട്. നല്ല സ്ഥലത്ത് കിടക്കുമ്പോഴും അഊദു ചൊല്ലൽ സുന്നത്തുണ്ട്, മോശമായ സ്ഥലത്ത് കിടക്കുമ്പോഴും സുന്നത്തുണ്ട്. നേരത്തെ നാം പറഞ്ഞത് മോശമായ സ്ഥലത്ത് കിടക്കുമ്പോഴുള്ള സുന്നത്താണ്. ശൈത്താനിന്റെ ശർറിൽ കാവൽ ചോദിക്കുന്നു കക്കൂസ് കയറുന്ന സമയത്ത്. അവിടെ ബിസ്മില്ലാഹി എന്നുകൂടി ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ബിസ്മിയെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സത്റു മാ ബൈനൽ ജിന്നി വ ഔറാത്തി ഇബ്നി ആദമ ഇദാ ദഖല അഹദുൽ ഖലാഇ അൻ യഖൂല ബിസ്മില്ലാഹ്. ശൈത്താൻ മനുഷ്യന്റെ ഗുഹ്യസ്ഥാനങ്ങളിലേക്ക് നോട്ടം വെക്കും. മനുഷ്യന്റെ ഔറത്തുകൾ ശൈത്താൻ നോക്കും. ആ ശൈത്താൻ മനുഷ്യന്റെ ഔറത്തിലേക്ക് നോക്കാതിരിക്കാനുള്ള കാവലാണ് മനുഷ്യൻ കക്കൂസിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മില്ലാ എന്ന് ചൊല്ലൽ. ബിസ്മില്ലാ എന്ന ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട്
ശൈത്താനിന്റെയും മുഅ്മിനായ മനുഷ്യന്റെ ഔറത്തിന്റെയും ഇടയിൽ മറയായിപ്പോയി. പിന്നെ ശൈത്താനിന്റെ ഔറത്തിലേക്ക് നോക്കാനും മനുഷ്യനെ പഴപ്പിക്കാനുമുള്ള സന്ദർഭങ്ങളില്ലാതെയാകുന്നു. അഊദു കൊണ്ട് അവന്റെ ശർറിൽ നിന്ന് പ്രത്യേകം കാവലും ചോദിക്കുന്നു. ഇതാണ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബാഇസ് എന്നത്. ഇനി സഹോദരന്മാരെ, ഞാൻ പറഞ്ഞല്ലോ, പള്ളിയിലേക്ക് കടക്കുന്ന സമയത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ മസ്ജിദ, അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ കടക്കുമ്പോൾ ഖാല, അവിടുന്ന് ചൊല്ലിയിരുന്നു, അഊദു ബില്ലാഹിൽ അസീം വബിവജ്ഹിഹിൽ കരീം വബിസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്താനിർ റജീം. മഹാനായ അല്ലാഹുവിനെ കൊണ്ട് ഞാൻ കാക്കുന്നു, അല്ലാഹുവിന്റെ വജ്ഹ് കൊണ്ട് കാക്കുന്നു, അല്ലാഹുവിന്റെ അധികാരം കൊണ്ട് കാക്കുന്നു. അവന്റെ വജ്ഹ് കരീമാണ്, അവന്റെ അധികാരം ഖദീമാണ്. മിനശ് ശൈത്താനിർ റജീം, റജീമായ ശൈത്താനിൽ നിന്ന് കാക്കുന്നു. ഇങ്ങനെ ഒരാൾ പള്ളിയിൽ കടക്കുന്ന സമയത്ത് ചൊല്ലിയാൽ ആ ചൊല്ലിയ മനുഷ്യന് പള്ളിയിൽ അതാ ശൈത്താനിൽ നിന്ന് കാവല് ലഭിച്ചു. ശൈത്താൻ പള്ളിയിൽ അനാവശ്യം പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നില്ലേ? പള്ളിയിൽ കടന്ന് നീ ഗീബത്ത് പറയുന്നില്ലേ? അനാവശ്യം പറയാൻ പ്രേരിപ്പിക്കുന്നില്ലേ? ഖുർആൻ ഓതുമ്പോൾ ഉറക്കു കൊണ്ടുവരുന്നില്ലേ? നിനക്കതിൽ നിന്നൊക്കെ കാവല് ലഭിക്കാനുള്ള കാരണമാണ് ഈ ഔദു ചൊല്ലിയിട്ട് നീ പള്ളിയിലേക്ക് കടന്നോളൂ. പള്ളിയിൽ കിടക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ വേറെ സുന്നത്തുണ്ട്. അത് ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയെങ്കിൽ നമുക്ക് നാളെ പറയാം. സഹോദരന്മാരെ, മറ്റൊരു സമയം മഹാന്മാരായ പണ്ഡിതന്മാർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, യാത്ര ഇറങ്ങുന്ന സമയത്ത് പിശാചിൽ നിന്ന് കാവല് ചോദിക്കണം. യാത്ര ഇറങ്ങുന്ന സമയത്ത് പിശാചിൽ നിന്ന് കാവല് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ഇറങ്ങുന്ന സമയത്ത് അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅതാഇസ് സഫരി വകആബത്തിൽ മുൻഖലബി വസൂഇൽ മൻദരി ഫിൽ മാലി വൽ അഹ്ർ വമിനൽ ഹൗരി ബഅദൽ ഖൗർ വമിൻ ദഅവത്തിൽ മദ്ലൂബ്. യാത്രക്കിറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാറുണ്ട്, യാത്രയിൽ എന്റെ കൂട്ടാളി അല്ലാഹുവേ നീയാണ്, എന്റെ കുടുംബങ്ങളിൽ എന്റെ പ്രതിനിധി നീയാണ്. അല്ലാഹുവേ, യാത്രയുടെ പ്രയാസങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, മടങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന്, തിരിച്ചു വരുമ്പോൾ എന്റെ വീട്ടിലോ എന്റെ കുടുംബത്തിലോ എന്റെ ആൾക്കാരിലോ എന്തെങ്കിലും മോശമായ കാഴ്ചകൾ ഉണ്ടാകുന്നതിൽ നിന്ന്, അതുപോലെ നല്ലവനായി ഇറങ്ങിപ്പോയിട്ട് മോശമായി തിരിച്ചു വരുന്നതിൽ നിന്ന്, അതുപോലെ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയിൽ നിന്ന്, ഇതിൽ നിന്നെല്ലാം നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാഹ് എന്ന് പറയുന്ന ദിക്റാണ് യാത്ര പോകുന്ന സമയത്ത് പ്രത്യേകം സുന്നത്തുള്ളത്. ഒരു സ്ഥലത്ത് പോയി ഇറങ്ങിയാൽ ഇറങ്ങിയ സ്ഥലത്ത് പ്രത്യേകം ഒരു ഔദു സുന്നത്തുണ്ട്. മന്നസല മൻസിലൻ ഫഖാല അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ ലം യദുറഹു ശൈഉൻ ഹത്താ യർതഹില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു സ്ഥലത്ത് പോയി ഇറങ്ങിയവൻ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് ചൊല്ലിയാൽ അവിടെ നിന്ന് പോകുന്നത് വരെ ഒന്നിന്റെ ശർറും അവനെ ബാധിക്കുന്നതല്ല. ഇനി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ശൈത്താന്മാര് എല്ലാവരും കൂടി വന്ന ഒരു രാത്രി ഉണ്ടായിരുന്നു. അത് ഈ ഫിരീത്ത് ജിന്ന് എന്ന് പറയുന്ന ഒരു വലിയ ജിന്ന് വലിയ ഒരു തീയുടെ കനലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് കുത്താൻ വേണ്ടി തീയുടെ ശകലവുമായി വന്നപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അഊദു ബിവജ്ഹില്ലാഹിൽ കരീം വബികലിമാത്തില്ലാഹി തഅമ്മാത്തില്ലതി ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിർ മിൻ ശർരി മാ യൻസിലു മിനസ് സമാഇ വശർരി മാ യഅ്റുജു ഫീഹാ വമിൻ ശർരി മാ ദറഅ ഫിൽ അർദി വശർരി മാ യഖ്റുജു മിൻഹാ വമിൻ ഫിതനിൽ ലൈലി വന്നഹാരി വമിൻ ഖബാരിഖിൽ ലൈലി വന്നഹാർ ഇല്ലാ ത്വാരിഖൻ യത്റുഖു ബിഖൈരി യാ റഹ്മാൻ എന്നൊരു ദിക്ർ പറഞ്ഞു കൊടുത്തു. അത് ചൊല്ലിയപ്പോൾ പിശാചുക്കൾ തിരിച്ചുപോയി.